ക്രിസ്മസ് ആയിട്ട് ഒരുപാട് ക്രിസ്മസ് ഡെക്കറിൻ്റെ വീഡിയോസൊക്കെ കണ്ട് എനിക്കും ഭയങ്കര ആഗ്രഹം എന്തെങ്കിലുമൊക്കെ ഡെക്കറൊക്കെ ചെയ്താലോ എന്നും. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് ഫസ്റ്റ് ഡേ അല്ല, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ ഗ്ലൂ വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പക്ഷേ പശ എന്നെ ചതിച്ചു, നന്നായിട്ട് ഒട്ടുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ അടുക്കി വെച്ചിട്ട് നിരത്തി പിടിച്ച് നല്ലപോലെ പശ അങ്ങോട്ട് തേച്ച് കൊടുത്തു. അപ്പോഴാണ് എനിക്ക് നന്നായിട്ടൊന്ന് ഒട്ടി കിട്ടിയത്. നമ്മളിതുപോലൊരു വീടിൻ്റെ ഷേപ്പിലാണ് ഇത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ മണ്ടയ്ക്കോട്ട് ഈ ഒരു സ്റ്റിക്കും കൂടെ ഒട്ടിച്ച് ഇതൊരു റൂഫ് പോലെ ആക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വീടൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് ബ്രഷേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാനൊന്ന് കളർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ നല്ല ബ്രഷ് ഉണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾ കളർ ചെയ്തെടുക്കുക. മാക്സിമം ഞാൻ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കൂ. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു കുഞ്ഞ് മരം വരച്ചു കൊടുക്കണം. അപ്പം ഇവിടെയാണ് എനിക്ക് നല്ലൊരു പണി കിട്ടിയത്. ഞാൻ വിചാരിച്ച പോലും മരം അങ്ങോട്ട് വന്നില്ല. എൻ്റെ മരം കണ്ട് ഒരു ചെടി പോലായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിവൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വരച്ചു കൊടുത്തോണം. അപ്പോൾ നമ്മുടെ ചെടിക്ക് ഇലകളൊന്നും വേണ്ട, നമുക്ക് കമ്പ് മാത്രം മതി. അതിനുശേഷം നമ്മളിതാ ഈ റൂഫിലും അതിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഒരു സ്പോഞ്ച് വെച്ച് വൈറ്റ് കളർ പെയിൻറ്റിങ്ങിനൊന്നും സ്പഞ്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു മഞ്ഞ് സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നന്നായിട്ട് അവിടെ ഈ ഒരു റൂഫിലും അതുപോലെ തന്നെ താഴെ ഭാഗത്തൊക്കെ നന്നായിട്ടും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ചില്ലകളിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കണം വെള്ള പെയിൻ്റ് ഇട്ട്. പിന്നെ റൂഫിൽ ഞാനൊരു ക്ലേ വെച്ചൊരു ലവ് ചിഹ്നം കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് പീസ് വെട്ടിയെടുത്ത് ഇതുപോലെ കുറച്ച് കിളികളെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പം കിളികളെ ഞാൻ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരുടെ വീട്ടിൽ ഒരു ഡെക്കർ കൂടെ കൊടുക്കാം, ഒരു കുഞ്ഞ് ക്രിസ്മസ് റീത്ത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞ് റീത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ത്രെഡ് വെച്ചിട്ടാണ്. പിന്നെ അതിനകത്ത് ക്ലേ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ബോൾസും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ഒരു ഹാങ്ങിങ്ങിനായിട്ട് ഒരു വള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനായിട്ടും മറക്കരുത്. അപ്പം നാളെ മുതൽ നമ്മൾ നല്ല നല്ല DIY ക്രാഫ്റ്റുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.